കുറച്ച് വർഷങ്ങളായി ഓസ്കാർ വേദി പാപക്കറകൾ കഴുകിക്കളയാനുള്ള മനഃപൂർവ്വമായ പരിശ്രമങ്ങളിലാണ്. അതിന്റെ തെളിഞ്ഞ മാറ്റങ്ങളാണ് ഇന്ന് ലോസ് ആഞ്ചലസിലെ ഡോൾബി തിയേറ്ററിൽ ലോകം കണ്ട് കൈയടിച്ചത്. വെളുത്ത വർഗ്ഗക്കാരന്റെ സിനിമകളെ മാത്രം ആഘോഷിക്കുകയും ആദരിക്കുകയും ചെയ്തു വന്ന ഓസ്കാർ വേദി ഇതര ഭാഷാ ചിത്രങ്ങളെ പരിഗണിച്ചു തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. അവിടേക്കാണ് ഈ വർഷം ഐ ആം സ്റ്റിൽ ഹിയർ, എമിലിയ പെരേസ് തുടങ്ങിയ ഇതര ഭാഷാ ചിത്രങ്ങൾ മികച്ച ചിത്രത്തിനുള്ള അവാർഡിലേക്ക് കൂടെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്. അതിൽ തന്നെ ആദ്യമായാണ് ഒരു ഇതര ഭാഷാ ചിത്രം ഏറ്റവും അധികം നോമിനേഷനുകൾ നേടിയതും ഒരു പലസ്തീൻ ഡോക്യുമെന്ററി ആദരിക്കപ്പെടുന്നതും. ഓസ്കാർ വേദി ഉണരും മുമ്പ് തന്നെ പ്രത്യാശയോടെയാണ് ലോകം ചില പേരുകൾ കേൾക്കാൻ കാത്തിരുന്നത്. വസ്ത്രാലങ്കാരത്തിന് പോൾ ടെസ്വൽ അവാർഡ് ജേതാവായതോടെ ആദ്യമായി ഈ വിഭാഗത്തിൽ ഒരു കറുത്ത വർഗ്ഗക്കാരന്റെ പേര് എഴുതി ചേർക്കപ്പെട്ടു. ഈ മാറ്റത്തിന് നീണ്ട 97 വർഷങ്ങൾ വേണ്ടി വന്നു എന്നത് ശ്രദ്ധേയം. ആദ്യ ഡൊമിനിക്കൻ അവാർഡ് ജേതാവായി സോസെൽദാനോ തിരഞ്ഞെടുക്കപ്പെടുന്നതും ആദ്യമായൊരു ബ്രസീലിയൻ ചിത്രം മികച്ച സിനിമയാകുന്നതും ചരിത്രം. ഫലസ്തീനിലെ വംശഹത്യയുടെ യഥാർത്ഥ ദൃശ്യങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച നോ അതർ ലാൻഡിന് അവാർഡിനപ്പുറം മിനിറ്റുകൾ നീണ്ട സ്റ്റാൻഡിംഗ് ഒവേഷനാണ് അക്കാദമി നൽകിയത്. ദശാബ്ദങ്ങളായി ഫലസ്തീനിയൻ ജനതയ്ക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അനീതിക്ക് അവസാനം ഉണ്ടാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ മുന്നോട്ട് വരണമെന്ന് ലോകത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് ബേസിൽ അദ്രെ തന്റെ ആദ്യ ഓസ്കാർ സ്വീകരിച്ചു. വത്തിക്കാൻ പശ്ചാത്തലമാക്കി ഒരുക്കിയ കോൺക്ലേവിനും മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള അവാർഡുണ്ട്. പുതിയ പോപ്പിനായുള്ള തിരഞ്ഞെടുപ്പ് പശ്ചാത്തലമാക്കിയ ചിത്രം ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വിദ്വേഷം, പാട്രിയാർക്കി, ഇസ്ലാമോഫോബിയ തുടങ്ങിയ വിഷയങ്ങളെയാണ് അഡ്രസ്സ് ചെയ്തത്. ബ്രസീലിലെ സൈനിക സ്വേച്ഛാധിപത്യ കാലത്ത് വിമത രാഷ്ട്രീയക്കാരനായ റൂബൻസ് പൈവയുടെ നിർബന്ധിത തിരോധാനത്തിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ നടത്തുന്ന നിയമ പോരാട്ടമായിരുന്നു ഐ ആം സ്റ്റിൽ ഹിയർ. കഴിഞ്ഞ വർഷം നവംബറിൽ ചിത്രത്തിന്റെ റിലീസിനെതിരെ ബ്രസീലിൽ തീവ്ര വലതുപക്ഷ സംഘടനകൾ ബോയ്ക്കോട്ട് ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നെങ്കിലും രാജ്യത്തേക്ക് എത്തുന്ന ആദ്യ ഓസ്കാർ ചിത്രമായി ഐ ആം സ്റ്റിൽ ഹിയറും ചരിത്രത്തിൽ ഇടം നേടി. കറുത്ത വർഗ്ഗക്കാരിയായതിന്റെ പേരിൽ ഓസ്കാർ വേദിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഹാറ്റി മക്ഡാനിയലും മർലോൺ ബ്രാൻഡോയ്ക്ക് വേണ്ടി വേദിയിലെത്തി ഹോളിവുഡിന്റെ മുഴുവൻ വംശവെറിയും ഏറ്റുവാങ്ങിയ സാഷി ലിറ്റിൽ ഫെദറും തുടങ്ങി ആ വേദി മാറ്റി നിർത്തുകയും അവഹേളിച്ച് തിരിച്ചയക്കുകയും ചെയ്ത കലാകാരന്മാർക്കൊക്കെയുമുള്ള ആദരവാകുന്നുണ്ട് ഓസ്കാറിന്റെ സ്വഭാവത്തിൽ വന്നു തുടങ്ങുന്ന ഈ മാറ്റങ്ങൾ.